അന്വേഷണങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് ഇതുവരെയും പോയില്ലായിരുന്നു. പക്ഷേ ഇനി പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു പ്രതികളെ പോലും പിടിക്കുകയോ ഒരു തെളിവ് പോലും ഹാജരാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ റൂമിൻ്റെ ആ വിഷ്വൽസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി വിഷ്വൽസ് ഒന്നും കണ്ടുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിട്ടതിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിട്ടത് ആദ്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അന്വേഷണ കമ്മീഷൻ അവർക്ക് വിട്ടതായിട്ട് അറിയുന്നത്. പക്ഷേ അവരുടെ അന്വേഷണ സംഘം വിട്ടതിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അത് ശരിയായ ദിശയിൽ ഇനിയെങ്കിലും ആ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അന്വേഷണ വിധേയരായ എല്ലാ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളുടെ ആ നിരപരാധിത്വം, ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം, ആത്മഹത്യയല്ല ചെയ്തത്. ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു. കാരണമൊന്നും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നുമല്ല. അത് പത്രക്കാരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഒന്നും പറയുന്നത് പോലെ ആപ്പിലോണോ മറ്റുള്ള ബന്ധപ്പെട്ട് ഒന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ നടപടികൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരൊറ്റ ഫോൺ കോളോ മറ്റൊന്നും വിളിച്ചതുമില്ല. മോൻ്റെ അമ്മയ്ക്ക് ഏകദേശം ആ സമയത്ത് തന്നെ മോൻ്റെ അമ്മ ഫോൺ വിളിച്ചതാണ്. പക്ഷേ ആ പ്രിൻസിപ്പാളോ മറ്റുള്ളവരോ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും അവർ തയ്യാറായില്ല. അപ്പോൾ കരുതി കൂട്ടിക്കൊണ്ടുള്ള ഒരു കൊല തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമായ തെളിവുകൾ ഇനി പുറത്ത് കൊണ്ടുവരണം. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് കൊണ്ടുവരണം. അല്ലാതെ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഈ അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് എത്ര ദിവസങ്ങളായി ഇതിൻ്റെ നീതിക്ക് വേണ്ടി ഓടി നടക്കുന്നു. അല്ലാതെ നമ്മൾ വേറെ ആരുടെയോ പിന്തുണയോ സഹായമോ ഇല്ലാതെ ചില സംഘടനകൾ, അതായത് ജനപക്ഷ നേതാക്കൾ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. അല്ലാതെ മറ്റുള്ള ഒരു പാരിതോഷികവും ഒന്നും വാങ്ങാതെയാണ് ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അല്ലാതെ നിങ്ങളാരും കരുതുന്നത് പോലെ എൻ്റെ മോൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ നെട്ടോട്ടം ഓടുന്നത്. ഈ കേരള സമൂഹവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നോടൊപ്പം എനിക്ക് എൻ്റെ മോന് നീതി വാങ്ങിച്ച് തരണമെന്നാണ് ഈ പിതാവിൻ്റെ അപേക്ഷ. ഹൈക്കോടതിയെ സമീപിക്കാൻ അങ്ങനെ നീക്കം നടത്തുന്നുണ്ടോ നിലയിൽ? അതെ, ഇവിടുത്തെ നാളെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഹൈക്കോടതിയെ സമീപിക്കും. അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഏത് രീതിയാണ് കാണുന്നത്? സംശയമുണ്ടോ അതിൽ അങ്ങനെ വിട്ടത്? ഇല്ല, അങ്ങനെ വിട്ടതിൽ സംശയമില്ല. അവർ പക്ഷേ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് അന്വേഷണം മതിയാക്കി മറ്റൊരു ഏജൻസിക്ക് കൈമാറിയതിൽ സംശയമേ ഉള്ളൂ. അല്ല, അവർ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചതിലേ സംശയമുള്ളൂ.